അണകെട്ടി തടുത്തു നിർത്തിയെന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്നാൽ സൂര്യരശ്മികളെ അണകെട്ടി തടഞ്ഞു നിർത്തിയെന്ന് കേട്ടിട്ടുണ്ടോ? സംഭവം ചില്ലറ കാര്യമല്ല. ബഹിരാകാശത്തൊരു അണക്കെട്ട്. ഇങ്ങനെ ശേഖരിച്ച സൗരോർജം വൈദ്യുത കാന്തിക തരംഗങ്ങളായ മൈക്രോവേവുകളാക്കി ഭൂമിയിലെത്തിച്ച് മനുഷ്യന്റെ അനന്തമായ ആവശ്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നു. കേൾക്കുമ്പോൾ ചുമ്മാ തള്ള് എന്നൊക്കെ തോന്നുമെങ്കിലും കാര്യം സത്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചൈന. വിദൂരമല്ലാത്ത ഭാവിയിൽ അതും സാധ്യമാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്ന് ചൈനീസ് ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ 1 കിലോമീറ്റർ വീതിയിലാണ് ഈ സൗരോർജ്ജ നിലയം സ്ഥാപിക്കാൻ പോകുന്നത്. ഒരു കൂട്ടം വലിയ സൗരോർജ്ജ പാനലുകൾ ബഹിരാകാശത്ത് വിന്യസിച്ചാണ് ഈ സൗരോർജ്ജ നിലയം യാഥാർത്ഥ്യമാക്കുക. ഭൂമിക്ക് മുകളിലുള്ള മറ്റൊരു 3 ഗോർജസ് ഡാം പദ്ധതി എന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 22,500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സൗരോർജ്ജ നിലയം ബഹിരാകാശത്തും സ്ഥാപിക്കുകയാണ് ചൈന ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സൗരോർജ്ജം ഇടതടവില്ലാതെ ലഭ്യമാകുമെന്നതിനാൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ യാതൊരു തടസ്സവും നേരിടില്ല എന്നതാണ് ബഹിരാകാശത്ത് സൗരോർജ്ജ പദ്ധതി കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. രാവും പകലും വ്യത്യാസമില്ലാതെ സൗരോർജ്ജം ശേഖരിക്കാനും കാലാവസ്ഥാ വ്യതിയാനം, മേഘപാളികൾ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന സൗരോർജ്ജ ലഭ്യതയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിഹാരം ലഭിക്കാനും സൗരോർജ്ജ ബഹിരാകാശ നിലയത്തിന് സാധ്യമാകുമെന്നതാണ് ഈ പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നത്. അന്തരീക്ഷത്തിലെയും മേഘത്തിലെയും ഈർപ്പം ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും ആഗിരണം ചെയ്യുന്നുവെന്ന പ്രശ്നം ഉൾപ്പെടെയുള്ളവയെ അതിജീവിക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഈ സൗരോർജ്ജ നിലയത്തിൽ നിന്ന് 1 വർഷത്തിനുള്ളിൽ ശേഖരിക്കുന്ന ഊർജ്ജം ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ആകെ എണ്ണയുടെ അളവിന് തുല്യമായിരിക്കും എന്നാണ് പദ്ധതിയുടെ ഉപജ്ഞാതാക്കളും പറയുന്നത്. 3 ഗോർജസ് അണക്കെട്ടിനെ ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് മാറ്റുന്നത് പോലെ പ്രതീക്ഷയ്ക്ക് വകയുള്ള അവിശ്വസനീയമായ ഒരു പദ്ധതിയാണ് ഇതും. ഒരു കൂട്ടം സൗരോർജ്ജ പാനലുകൾ റോക്കറ്റുകളുടെ സഹായത്തോടെ ബഹിരാകാശത്ത് എത്തിക്കുകയാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. ബഹിരാകാശത്ത് വെച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം തുടർച്ചയായി ശേഖരിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്ന നിരവധി ബഹിരാകാശ അടിസ്ഥിത സോളാർ പവർ സാങ്കേതിക വിദ്യകൾ ശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തേക്കാൾ 10 മടങ്ങ് കൂടുതൽ തീവ്രതയുള്ള ബഹിരാകാശത്ത് പദ്ധതി പ്രാവർത്തികമാക്കൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഇത്തരത്തിൽ ബഹിരാകാശത്ത് ഭീമൻ സൗരോർജ്ജ നിലയം സ്ഥാപിക്കണമെങ്കിൽ നിരവധി സൗരോർജ്ജ പാനലുകളുടെ നീണ്ട നിര തന്നെ അവിടെ സ്ഥാപിക്കേണ്ടി വരും. റോക്കറ്റുകൾ വഴി ഈ പാനലുകൾ അവിടെ എത്തിക്കാനാണ് ഒട്ടനവധി വിക്ഷേപണങ്ങളും ഇനി നടത്തിയേ മതിയാകൂ. ഈ പ്രശ്നം പരിഹരിക്കാൻ പുനരുപയോഗിക്കാവുന്ന ഹെവി ലിഫ്റ്റഡ് റോക്കറ്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന ഇപ്പോൾ. പദ്ധതിയുടെ വിക്ഷേപണ വാഹനമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇതിന് കുറഞ്ഞത് 150 ടൺ വഹിക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ റോക്കറ്റുകൾ വികസിപ്പിക്കുന്നതും ഈ മേഖലയിലെ ചൈനയുടെ വലിയ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും. 130 ടൺ ശേഷിയുള്ള നാസയുടെ സാറ്റേൺ വി സ്പേസ് ലോഞ്ച് സിസ്റ്റം ഹെവി ലിഫ്റ്റഡ് റോക്കറ്റുകളെ മറികടന്ന് താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് 150 ടൺ വരെ വഹിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ബഹിരാകാശത്ത് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുക എന്ന ആശയം പതിറ്റാണ്ടുകളായി ശാസ്ത്രവൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ ചുവടുവയ്പ്പാണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ കാര്യക്ഷമമായ രീതിയിൽ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ സമീപകാലത്ത് ഏറെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും രാത്രിയിൽ സൂര്യപ്രകാശം ലഭിക്കില്ല എന്നതും ഇടയ്ക്കിടെ അന്തരീക്ഷത്തിൽ മേഘാവൃതമായി മാറുന്നു എന്നുള്ളതും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഈ പദ്ധതിയുടെ ഗുണം വേണ്ടത്ര ലഭിക്കാതിരിക്കുന്നതിന് കാരണമാകുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ പദ്ധതിയിലൂടെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഈ ഭീമാകാരനായ സൗരോർജ്ജ ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള സൗരോർജ്ജ പാനലുകൾ രാജ്യത്തിന്റെ പുതിയ ഹെവി ലിഫ്റ്റഡ് റോക്കറ്റ് ഉപയോഗിച്ച് ഭ്രമണപഥത്തിലേക്ക് ഓരോന്നായി ഉയർത്തും. 1 കിലോമീറ്റർ വീതിയിലാണ് ബഹിരാകാശത്ത് വലിയ സോളാർ പാനൽ സ്റ്റേഷൻ നിർമ്മിക്കുക. ഇതിലൂടെ നിർമ്മിക്കുന്ന ഊർജ്ജം മൈക്രോവേവ് വഴി ഭൂമിയിലേക്ക് തുടർച്ചയായി തിരികെ എത്തിക്കും. ഭൂമിക്ക് മുകളിലുള്ള സ്ഥാനം കാരണം ഭൂമിയിലെ സോളാർ പാനലുകളേക്കാൾ 10 ഇരട്ടി കാര്യക്ഷമതയോടെ സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ ഇതിനാകും. കൂടാതെ ഇത് എല്ലാ ദിവസവും ഓരോ സെക്കൻഡിലും സൂര്യപ്രകാശം ശേഖരിക്കും. ഇന്ന് സൗരോർജ്ജത്തെ ബാധിക്കുന്ന ഇടയ്ക്കിടയ്ക്കുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഇല്ലാതാക്കും. അമേരിക്കയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്കും ജപ്പാനിലെ ജാക്സ ബഹിരാകാശ ഏജൻസിക്കുമെല്ലാം ഇത്തരത്തിലുള്ള പദ്ധതികൾ വികസിപ്പിക്കാൻ ആലോചനയുമുണ്ട്.